പല വ്യക്തികളുടെയും ഒരു പ്രസ്താവനയാണ് ഇൻ്റർനെറ്റിൻ്റെ വരവോടെ ഇസ്ലാം തകരുന്നു, ഇസ്ലാമിനില്ല. സത്യത്തിൽ ഒരുപാട് ആൾക്കാർ മതം വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഇതിൽ നമ്മൾ മതം വിട്ടു പോകുന്ന ആൾക്കാരുടെ ചോദ്യവും മതം വിട്ടവരുടെ ചോദ്യവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജെമിനിയുടെ ഉത്തരവുമാണ് ഈ ഒരു സീരീസിൽ നോക്കുന്നത്. മതം വിട്ടുപോയവരുടെ ചോദ്യങ്ങളും അതിന് ജെമിനി കൊടുക്കുന്ന ഉത്തരവും നമുക്ക് ഇതിൽ നോക്കാം. ഞാനപ്പോൾ ജെമിനിയാണ് എടുക്കുന്നത്. അതിനോട് കുറച്ച് ചോദ്യങ്ങൾ, വിമർശകർ ഉന്നയിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ജെമിനിയോട് ചോദിക്കാൻ പോകുന്നത് 7 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആയിഷ ബീവിക്ക് മുന്നേ വിവാഹങ്ങൾ വന്നിട്ടുണ്ടോ? അതിൻ്റെ ചരിത്രകാരന്മാരുടെ റെഫറൻസും തെളിവുകളും. 2, ഖുർആനിൽ മുഹമ്മദ് കല്യാണം കഴിച്ചതുപോലെ ആ പ്രായത്തിലുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണമെന്ന് മുഹമ്മദ് പറയുന്നുണ്ടോ? പല ആളുകളും ഇസ്ലാം വിമർശകർ പറയുന്നത് ഞങ്ങളെല്ലാം മുഹമ്മദിൻ്റെ പാത പിന്തുടരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം, മുഹമ്മദ് മാത്രം പിന്തുടരുവാൻ വേണ്ടിയാണോ ഖുർആൻ പറയുന്നത്? കാരണം ഖുർആനിൽ ആയത്തിൽ പറയുന്നു മുഹമ്മദ് എക്കാലവും മാതൃകയായിട്ടുള്ള വ്യക്തിയാണെന്ന്. മുഹമ്മദ് മാത്രമാണോ ഖുർആനിൽ വാസ്തവത്തിൽ മാതൃക പ്രവാചകൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവാചകൻ ഉണ്ടോ? തൽമൂദിന്റെ നിത 44b പ്രകാരം 3 വയസ്സുള്ള കുട്ടിയെ വിവാഹം ചെയ്യാൻ കഴിയുമോ? അഞ്ചാമത്തെ ചോദ്യം, ആയിഷയെ പാവയെ കൊണ്ട് കളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ മുഹമ്മദ് ഒരു പ്രായത്തിൽ ഒരു കുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ എങ്ങനെയാണ് സ്വാധീനിക്കാൻ കഴിയുന്നത്? ആറാമത്തെ ചോദ്യം, അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും താലിബാനും ചെറിയ കുട്ടികളെ വിവാഹം ചെയ്യുന്നത് മുഹമ്മദിന്റെ പാത പിന്തുടർന്നിട്ടല്ലേ? അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നതും സ്ത്രീകൾ മുഖംമൂടി നടക്കുന്നതും മുഹമ്മദ് പഠിപ്പിച്ചിട്ടല്ലേ? ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത് പഷ്തൂൻ ആളുകളുടെ വേഷമാണോ? ഏഴാമത്തെ ചോദ്യം, മുഹമ്മദിന് ശേഷവും മുഹമ്മദിന് മുന്നേയും അതേ സമയത്തിൽ ആയിഷയുടെ അതേ സമപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ ആളുകളുടെ റെഫറൻസ്. ഈ ചോദ്യങ്ങൾക്കാണ് ഞാൻ ജെമിനിയിൽ ഉത്തരം ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ജെമിനി എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജെമിനി ഇവിടെ ഉത്തരം തരുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇത് ഞാൻ തക്കിയ പറയുന്നതോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും വെളുപ്പിക്കുന്നതല്ല, ജെമിനി തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള നമ്മൾ ചോദിച്ച ഉത്തരത്തിനാണ്, ആയിഷ ബീവിക്ക് മുൻപേ വിവാഹാലോചനകൾ വന്നിട്ടുണ്ടോ? അതെ, പ്രവാചകനുമായുള്ള വിവാഹത്തിന് മുന്നേ തന്നെ ആയിഷ ബീവിക്ക് മറ്റൊരു വിവാഹാലോചന വന്നിരുന്നു. ജുബൈർ ഇബ്നു മുത്തൂം എന്നയാളുമായി ആയിഷയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. തെളിവ് പ്രമുഖ ചരിത്രകാരനായ ഇബ്നു സഈദത്തിന്റെ തബാഖത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിലും ഇബ്നു അസീർ തന്റെ അൽ കാമിൽ ഫി തരീഖിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആയിഷയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് മുത്തഈം ഇബ്നു അദിയുമായി സംസാരിക്കുകയും എന്നാൽ മുത്തഈമിന്റെ കുടുംബം ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയുമായിരുന്നു. ആയിഷയെ വിവാഹപ്രായമെത്തിയെന്ന കാലത്തെ സമൂഹം കരുതിയിരുന്നതിലാണ് അവർ വിരൽ ചൂണ്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ചെറിയ പ്രായത്തിലുള്ള വിവാഹം ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് ഖുർആൻ എവിടെയും കൽപ്പിക്കുന്നില്ല. വിവാഹത്തിന് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന മാനദണ്ഡം തമയ്യുസ് അഥവാ വകതിരിവും പക്വതയും എത്തുക എന്നുള്ളതാണ്. ഖുർആൻ 4:6 അനാഥകളുടെ കാര്യം പറയുമ്പോൾ അവർ വിവാഹപ്രായം എത്തുന്നത് വരെ അവരെ പരീക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ശാരീരികവും മാനസികവുമായ വളർച്ച വിവാഹത്തിന് അനിവാര്യമാണെന്ന് വ്യക്തമാണ്. പ്രവാചകന്റെ വിവാഹം ഒരു പ്രത്യേക ചരിത്ര സാഹചര്യത്തിൽ നടന്നതാണ്, അല്ലാതെ അതൊരു സർവത്രിക നിയമമായി ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യവും അവിടെ തേനു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് നബി മാത്രമാണോ ഖുർആനിൽ മാതൃക? മുഹമ്മദ് നബി സർവ്വകാലത്തേക്കുള്ള മാതൃകയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം മാത്രമല്ല മാതൃക എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. ആരൊക്കെയാണ് മാതൃക? ഇബ്രാഹിം നബി. ഖുർആനിൽ 64 പറയുന്നു, ഇബ്രാഹിമിലും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അയ്യോ, ചതിച്ചല്ലോ ജെമിനി. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുമല്ലോ, ഇബ്രാഹിം കൊണ്ടുപോയതുപോലെ തന്നെ ഇബ്രാഹിം തൻ്റെ മകനെ അറക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ മുസ്ലിങ്ങളും അങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പറയുമോ? പറയില്ല. ചുരുക്കത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും വിശ്വാസികൾക്ക് മാതൃകയാണ്. മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവചര്യകൾക്ക് മുസ്ലിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് മാത്രം. അപ്പോൾ ആരെയാണ്? മുഹമ്മദ് നബിനെ പറയുന്നത് പോലെ തന്നെ ഇബ്രാഹിം നബിനെയും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നും വരെ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. തൽമൂദ് നിദ 44b പ്രകാരം 3 വയസ്സുള്ള കുട്ടിയെ വിവാഹം ചെയ്യാം. യഹൂദ മതഗ്രന്ഥമായ തൽമൂദിലെ
നിത 44b എന്ന ഭാരം പരാമർശിക്കുന്നത് 3 വയസ്സും 1 ദിവസവും പ്രായമായ പെൺകുട്ടിക്ക് ലൈംഗിക ബന്ധത്തിലൂടെ വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നതാണ് അതിൽ പറയുന്നത്. എക്കാലത്തെ യഹൂദ സിംഹതയുടെ ഭാഗമാണ്. അത് ആധുനിക കാലത്ത് അവർ അംഗീകരിക്കുന്നില്ല എന്നാണ്. ആയിഷ പാവകളെ കൊണ്ട് കളിച്ചതിന് എങ്ങനെ കാണണം? ആയിഷ ബീവി പാവകളെ കൊണ്ട് കളിച്ചിരുന്നത് ശരിയാണ്. അത് അവരുടെ പ്രായത്തിന്റെ പ്രകൃതിയായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇസ്ലാം ഈ വിവാഹത്തെ കാണുന്നത് പ്രവാചകന്റെ ജീവിതത്തിലെ സ്വകാര്യ വശങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ശേഷിയുള്ള ബുദ്ധിശക്തിയുള്ള ഒരു സ്ത്രീ രത്നത്തെ വാർത്തെടുക്കാനുള്ള പ്രക്രിയയാണ്. പാവകളുമായി കളിച്ചിരുന്ന ആയിഷ പിൻകാലത്ത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പണ്ഡിതയും ആയിരക്കണക്കിന് ഹദീസുകളുടെ റിപ്പോർട്ടറുമായി മാറി എന്നത് വ്യക്തിത്വ വികസനത്തെയാണ് കാണിക്കുന്നത്. താലിബാനും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീ പീഡനങ്ങളും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും നടക്കുന്ന ബാലവിവാഹങ്ങൾ കേവലം പ്രവാചകന്റെ ഭാര്യയെ പിന്തുടരുന്ന എന്നതിലുപരി അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങൾ, ദാരിദ്ര്യം, ഗോത്ര നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണം, മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന രീതി ഇസ്ലാമിലെ നിർബന്ധിത നിയമമല്ല. മുഖവും മുൻകൈയും വെളിപ്പെടുത്താമെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അഫ്ഗാനിസ്ഥാനിൽ രീതികളിൽ അവരുടെ പഷ്തൂൺ വാലി എന്ന ഗോത്ര മര്യാദകളുമായി കലർന്നതാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. പക്ഷെ നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ പോയ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. വിദ്യ അഭ്യസിക്കൽ ഓരോ മുസ്ലിം നിർബന്ധമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. സമാന പ്രായത്തിൽ നടന്ന മറ്റു വിവാഹങ്ങളും കൂടി നമുക്ക് നോക്കാം. ആ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ വിവാഹിതരാകുന്നത് അറേബ്യയിൽ മാത്രമല്ല ലോകമെമ്പാടും സാധാരണമായിരുന്നു. ബൈസാന്റിയൻ സാമ്രാജ്യം പെൺകുട്ടികളുടെ വിവാഹപ്രായം 12 ആയിരുന്നു. ഇസബല്ല 6 വയസ്സായിരുന്നു. അവൾക്ക് 6 വയസ്സായിരുന്നു. ഇന്ത്യ. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾപ്പിക്കാനുണ്ട്. മറ്റൊരു ചോദ്യമാണ് ക്രിസ്ത്യാനികൾ ആരോപിക്കുന്നത്. അതായത് ബൈബിൾ പ്രകാരം റബ്ബേക്ക ഒരു ചെറിയ കുട്ടിയല്ല. ഇപ്പം നിങ്ങൾക്ക് കണ്ടു, തൽമൂദ് പ്രകാരം 3 വയസ്സുള്ള കുട്ടിയെ വിവാഹം ചെയ്യാം. അപ്പം അതിന് ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു മറുപടിയാണ്, റബ്ബേക്ക ഒട്ടകത്തിന് വെള്ളം കോരി കൊടുത്തു എന്ന് പറയുന്നു. ഇതുപോലെ ആയിഷ ഏതെങ്കിലും സന്ദർഭത്തിൽ വെള്ളം കോരി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അത് ഞാൻ ജെമിനിയോട് ചോദിക്കുകയാണ്. അതെ, ആയിഷ ബീവി യുദ്ധക്കളത്തിൽ പോലും ദാഹിച്ചു വലഞ്ഞ സൈനികർക്ക് വെള്ളം എത്തിച്ചു കൊടുത്ത ചരിത്രം ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ റബ്ബേക്ക ഒട്ടകങ്ങൾക്കും മറ്റും വെള്ളം നൽകുന്ന പോലെ ആയിഷ ബീവി മനുഷ്യ സേവനത്തിനായി വെള്ളം ചുമക്കുന്ന സന്ദർഭം സഹീഹുൽ ബുഖാരിയിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ 6 വയസ്സുള്ള കുട്ടി വെള്ളം കോരി യുദ്ധത്തിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ പറയേണ്ടി വരും ചിലപ്പോൾ. ഉഹദ് യുദ്ധത്തിലെ സേവനം. ഉഹദ് യുദ്ധ സമയത്ത് മുസ്ലിം സൈന്യത്തിന്റെ പരിക്കേറ്റവർക്കും ദാഹിച്ചവർക്കും വെള്ളം എത്തിക്കാൻ ആയിഷ ബീവി മുൻപന്തിയിലായിരുന്നു. പ്രവാചക അനുചാരനായ അനസ് ഇബ്നു മാലിക് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: ഉഹദ് യുദ്ധ ദിവസം ആയിഷ ബിന്ത് അബൂബക്കർ ഉമ്മു സലമയും താങ്കളുടെ പുറത്ത് തോൽക്കൂടങ്ങളിൽ വെള്ളം ചുമന്നു കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. അവർ വേഗത്തിൽ നടന്നു ചെന്ന് ദാഹിച്ചു വലഞ്ഞ സൈനികരുടെ വായകളിൽ വെള്ളം പകർന്ന് നൽകുകയായിരുന്നു. കുടം ഒഴിഞ്ഞു കഴിയുമ്പോൾ അവർ വീണ്ടും പോയി വെള്ളം നിറച്ച് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ പ്രവാചകൻ ഒരു ചെറിയ കുട്ടിയെ വിവാഹം ചെയ്യുമ്പോൾ അത്രയും ചെറിയ കുട്ടിയാണ് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് എല്ലാവർക്കും യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. യുദ്ധം കൊടുക്കുമ്പോഴുള്ള സമയത്ത് ജീവൻ പോലും പണയപ്പെടുത്തിയാണ് അവർ വെള്ളവുമായി സൈനികർക്കിടയിൽ ചെന്നത്. സ്ത്രീകൾ ഇത്തരം സേവന പ്രവൃത്തികളിൽ സജീവമായിരുന്നു. അപ്പോൾ ബൈബിളിലെ റബ്ബേക്കയുടെ ചരിത്രം അവരുടെ വിവാഹത്തിന് മുമ്പുള്ളതാണെങ്കിൽ ആയിഷ ബീവിയുടെ സേവനം പ്രവാചകന്റെ ഭാര്യ എന്ന നിലയിൽ അവർ ചെയ്ത വലിയ കാരുണ്യ പ്രവൃത്തികളാണ്. അപ്പോൾ ഭാര്യ അവിടെ മനസ്സിലാക്കണം, ഇപ്പം മുഹമ്മദ് കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ കല്യാണത്തിന് ശേഷമാണ് ആയിഷ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ മുഹമ്മദ് ചെറിയ ആളെ കല്യാണം കഴിച്ചു എന്ന് ഉറപ്പിച്ച് പറയുന്ന ആൾക്കാർ ഈ ഹദീസ് വായിക്കുമ്പോൾ എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു കുട്ടി വലിയൊരു കുടം എടുത്തുകൊണ്ട് യുദ്ധക്കളത്തിലോട്ട് ഓടി ആ ചെറിയ കുടം വായിലൊക്കെ വെച്ചുകൊണ്ട് വീണ്ടും ഓടിപ്പോയി. എന്താണല്ലേ.